അപ്പോൾ നമ്മുടെ ആലപ്പുഴയിലെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. നമ്മുടെ റൂം തുറന്ന് നമ്മളിങ്ങനെ പുറത്തേക്ക് വന്ന് നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ നേരെ കാണുന്നത് നമ്മുടെ ആ കടലാണ്. രാവിലെ തന്നെ അവിടെ ആൾക്കാർ വന്നിട്ടുണ്ട്, വഞ്ചികളുണ്ട്, കാക്കകളും മീൻ പിടിക്കുന്നവരൊക്കെ ഉണ്ട്. ഇനി ഞങ്ങൾ റെഡിയായി പുറത്തു പോകാൻ നിൽക്കുകയാണ്. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത ആ വില്ല. ഇന്നലെ പിന്നെ രാത്രി വന്നുകൊണ്ട് ഇതൊന്നും നേരെ കാണാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി. ഇത് റോട്ടിൽ കുറേ പേര് മീൻ പിടിച്ചിട്ട് അതിങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് മീനുകളൊക്കെ. ഞങ്ങൾ അതൊക്കെ കുറച്ച് നേരം നോക്കി നിന്നു. അങ്ങനെ ഞങ്ങൾ ഓട്ടോ എടുത്തിട്ട് നമ്മൾ ബോട്ട് ജെട്ടി വരെ പോവുകയാണ്. എത്ര ഒരുങ്ങി ഇറങ്ങിയാലും ഓട്ടോയിൽ പോകുമ്പോൾ ഇതാണല്ലോ അവസ്ഥ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ബോട്ട് ചട്ടിയിലേക്ക് പോയി. നമ്മൾ ഷിക്കാരയോ അല്ലെങ്കിൽ ഹൗസ് ബോട്ടൊക്കെ നല്ല റേറ്റ് ആയതുകൊണ്ട് നമ്മൾ നോർമൽ ബോട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. ഒരു ബോട്ട് തിരിക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ പുറകെ കുറേ നേരം നിന്നോട്ടോ. പക്ഷേ അതല്ലായിരുന്നു, ഇതായിരുന്നു നമ്മുടെ ബോട്ട്. നല്ല തിരക്കായിരുന്നു. ഞങ്ങൾക്ക് സീറ്റൊന്നും കിട്ടിയില്ല. മുകളിലും താഴെ സീറ്റ് ഉണ്ടായിട്ട് സീറ്റ് കിട്ടിയില്ല. പക്ഷേ ഞങ്ങൾ ആ നടുക്ക് അവിടെ ഇരുന്നു. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് കാഴ്ചയൊക്കെ കാണാൻ പറ്റി, ഇരുന്ന് പോകാനും പറ്റി. പക്ഷേ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ അവർ ചോദിച്ചു മുകളിലത്തെയാണോ താഴത്തെയാണോ എടുക്കുന്നത്. താഴെ 40, മുകളിൽ 60. പക്ഷേ ഞങ്ങൾ മുകളിലത്തെ എടുത്തു കേട്ടോ. എന്നിട്ട് അവിടെ മുകളിൽ തന്നെ ഇരുന്നു. അങ്ങനെ 120 രൂപയെ 2 പേർക്കും കൂടെ. ഞങ്ങൾ വിചാരിച്ചത് ആരെങ്കിലുമൊക്കെ ഇറങ്ങുമല്ലോ, അപ്പം നമുക്ക് ഈ സീറ്റ് കിട്ടുമെന്ന്. പക്ഷേ ആരും ഇറങ്ങിയില്ല. അതാണ് ഇത്. കുറേ പിള്ളേരവിടെ ഉള്ളിൽ ബോട്ടിലൊക്കെ കളിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ആ ചെറുതൊന്ന് പൊത്തു നോക്കിയേ. അങ്ങനെ കൈനഗരി എത്തിയപ്പോഴാണ് കുറച്ച് സീറ്റ് കിട്ടിയത്. ആക്ച്വലി ഞങ്ങളും കൈനഗരി ഇറങ്ങാൻ നിന്നതാണ്. അപ്പോൾ ബോട്ടുകാർ പറഞ്ഞു നമ്മൾ ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലത്ത് ഇറക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തെ സ്റ്റോപ്പ് വരെ നമുക്ക് വിൻഡോ സീറ്റിലിരുന്ന് പോകാനായിട്ട് പറ്റി. എന്നിട്ട് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി അവിടെ നിന്ന് കുറച്ച് നടന്നാൽ മതി എന്നാണ് പറഞ്ഞത്. മാധവാസ് എന്ന് പറഞ്ഞ ഷാപ്പിലെത്തി. ഇവിടെ നമ്മൾ മെനു ഒന്നുമില്ല, കാരണം ഫിഷ് ആയതുകൊണ്ട് പല സീസൺ ആയതുകൊണ്ട് പല റേറ്റും വരും. അതുകൊണ്ട് അവർ പറയുന്നതാണ് റേറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഒരു കപ്പ, ഒരു മീൻകറി, ഒരു ചെമ്മീൻ റോസ്റ്റ് ഇത് മാത്രമേ ആക്കിയുള്ളൂ. പിന്നെ കള്ളും. അതിൽ നല്ല തണുത്ത കള്ളായിരുന്നു. അത് കുടിക്കുമ്പോൾ ഇത്രയും നേരം വെയിൽ കൊണ്ടുവന്നിട്ട് എന്തൊരു സുഖമാണെന്നറിയോ. ഈ കപ്പ കഴിച്ചപ്പോൾ എനിക്ക് അതിൽ ഉപ്പില്ലാത്ത പോലെ തോന്നി. ചെമ്മീൻ റോസ്റ്റ് അടിപൊളിയായിരുന്നു. പക്ഷെ നല്ല റേറ്റ് കേട്ടോ. ഈ ഒരു കുഞ്ഞു പ്ലേറ്റിന് 350 രൂപയായിരുന്നു. പിന്നെ മീൻകറി അതെ, എനിക്ക് ഒന്നിലും ഉപ്പില്ലാത്ത പോലെ ഒരു ഫീല് തോന്നിയായിരുന്നു. വേറെ ഒന്നും എനിക്ക് തോന്നിയില്ല. കണ്ടോ ഞാൻ ഫിറ്റാണോ? അതിന് മാത്രമൊന്നും കുടിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഇഷ്ടംപോലെ സീറ്റായിരുന്നു ബോട്ടിൽ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും സൈഡ് സീറ്റിൽ അടിയായി. അവസാനം ഞാൻ തന്നെ ഇരുന്നു. അങ്ങനെ നമ്മൾ വിശാലമായിട്ട് അടിപൊളിയായിട്ട് തിരിച്ചു വരുമ്പോൾ നല്ല സീറ്റുള്ള ഇതായിരുന്നു. പക്ഷെ നമ്മൾ വേറെ റൂട്ടായിരുന്നു കേട്ടോ ബോട്ട്. നമുക്കൊരു 40 രൂപയുടെ ഉള്ളിൽ 2 പേർക്കും കൂടെ വന്നല്ലോ. ഒരാൾക്ക് 20 രൂപയ്ക്ക് വെച്ചിട്ടേ വന്നുള്ളൂ. പിന്നെ അതൊരു ഷോപ്പിലെത്തിയപ്പോൾ ഇതേ കുറേ മദാമ്മമാർ വരുന്നു. എല്ലാവരെയും തലയിൽ ഓരോ ചെമ്പരത്തിൻ്റെ ആരോ പറഞ്ഞ് പറ്റിച്ചിരിക്കുകയാണ് പാവങ്ങളെ. അങ്ങനെ ഞങ്ങൾ വിശാലമായി കാഴ്ചകളൊക്കെ കണ്ട് ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തി, ആലപ്പുഴ എത്തി. ആലപ്പുഴ എത്തിയിട്ട് ഞങ്ങൾ നേരെ പോയത് ബീച്ചിലേക്കാണ്. നമ്മുടെ അടുത്ത് തന്നെയാണല്ലോ. അങ്ങനെ ബീച്ചിൽ ഇരുന്ന് സൺസെറ്റൊക്കെ കണ്ട് തിരിച്ചു പോന്നു.